ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ആദ്യ ക്വാളിഫയറിൽ RCBയോട് തോറ്റ ഗുജറാത്ത് രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഫൈനൽ ടിക്കറ്റ് നേടിയത്. ഗുജറാത്ത് ടൈറ്റൻസ് IPLലേക്ക് വന്നിട്ട് 5 സീസണുകൾ മാത്രമാണായിട്ടുള്ളത്. എന്നാൽ ഇതുവരെ 3 തവണ ടീം ഫൈനൽ കളിച്ചു, ഒരു തവണ കിരീടവും നേടി. 2022 ഗുജറാത്ത് ടൈറ്റൻസ് IPLലേക്ക് വരുന്നത്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലാണ് ഗുജറാത്ത് കപ്പിലേക്ക് എത്തിയത്. തൊട്ടടുത്ത സീസണിൽ ഫൈനൽ കളിച്ചെങ്കിലും റണ്ണറപ്പുകളായി. 2024 ലീഗ് ഘട്ടത്തിൽ ഗുജറാത്ത് പുറത്തായി. ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തി വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് IPLലെ ഏറ്റവും സ്ഥിരതയുള്ള നിരയാണെന്ന് പറയാം. ഗുജറാത്തിൻ്റെ വിജയക്കുതിപ്പിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പരിശോധിക്കാം. ആശിഷ് നെഹ്റ എന്ന പരിശീലകനാണ് ഗുജറാത്തിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം. വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്ന പരിശീലകനാണ് ആശിഷ് നെഹ്റ. ഗുജറാത്ത് ടൈറ്റൻസിനെ പ്രഥമ സീസൺ മുതൽ പരിശീലിപ്പിക്കുന്ന ആശിഷ് നെഹ്റയുടെ തന്ത്രങ്ങളാണ് ഗുജറാത്തിൻ്റെ ശക്തിയും. നെഹ്റയ്ക്ക് വ്യക്തമായ പദ്ധതികളുണ്ട്. ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, താരങ്ങളുടെ റോൾ എന്തൊക്കെ, ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായ ധാരണ നെഹ്റയ്ക്കുണ്ട്. തൻ്റെ പദ്ധതികൾക്കനുസരിച്ചുള്ള താരങ്ങളെ കണ്ടെത്താനും നെഹ്റയ്ക്ക് സാധിക്കുന്നുണ്ട്. ലേലത്തിൽ കൃത്യമായ പദ്ധതികളോടെ ഇറങ്ങുന്ന നെഹ്റ ഗുജറാത്തിനെ ഇപ്പോഴും മികച്ച ടീമായി നിലനിർത്തുന്നുണ്ട്. ഗുജറാത്തിനെ നയിക്കുന്നവർ ആരാണെന്നതിൽ വലിയ പ്രസക്തിയില്ല. പരിശീലകൻ എന്ന നിലയിൽ നെഹ്റയുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതാണ് ഗുജറാത്തിനെ കരുത്താക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് സൂപ്പർ താരങ്ങളെ കുത്തിനിറച്ച് ടീമിനെ സൃഷ്ടിക്കുന്നവരല്ല. ഓരോ റോളിലേക്കും മികവ് കാട്ടാൻ കഴിയുന്ന താരങ്ങളെ കണ്ടെത്തി അവരിൽ വിശ്വാസം അർപ്പിച്ചു പോകാൻ ഗുജറാത്തിന് സാധിക്കുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ ഓപ്പണിംഗിലും 3-ാം നമ്പറിൽ ജോസ് ബട്ട്ലറുമാണ് നിലവിൽ ഗുജറാത്തിനായി കളിക്കുന്നത്. ടോപ്പ് 3-ൽ മികച്ച താരങ്ങളെ കണ്ടെത്താൻ എല്ലായ്പ്പോഴും ഗുജറാത്തിന് സാധിക്കുന്നുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് കരുത്ത് ഉയർന്നതും തല്ലുകൊള്ളിയായിരുന്ന ജേസൺ ഹോൾഡറിന്റെ ബോളിംഗ് പ്രകടനം മെച്ചപ്പെട്ടതുമെല്ലാം താരങ്ങളിൽ ഗുജറാത്ത് അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടും പിന്തുണ കൊണ്ടുമാണ്. ഗുജറാത്ത് ടൈറ്റൻസ് വമ്പൻ താരങ്ങളെ കൊണ്ടുവന്ന ടീമിന്റെ മൂല്യം ഉയർത്താൻ ശ്രമിക്കാത്ത ഒരു നിരയാണെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അവർ പ്രകടന മികവിന് പ്രാധാന്യം നൽകുന്ന നിരയാണ് വളർത്തുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെ മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം അവരുടെ കൃത്യമായ പദ്ധതികളോടെയുള്ള കളികളാണ്. കടന്നാക്രമണം മാത്രമല്ല, 2020 എന്ന് കാട്ടിത്തരുന്ന നിരയാണ് ഗുജറാത്ത്. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാനെ ഗുജറാത്ത് തോൽപ്പിച്ചപ്പോൾ ഗുജറാത്ത് ബാറ്റ്സ്മാൻമാർ കൂടുതൽ കളിച്ചത് ഗ്രൗണ്ട് ഷോട്ടുകളാണ്. കൂടുതൽ ബൗണ്ടറികൾ നേടാനുള്ള പദ്ധതികളോടെ ഇറങ്ങുന്ന ഗുജറാത്ത് 6-നായി ശ്രമിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി. ഇത്തരത്തിൽ കൃത്യമായ പദ്ധതികളോടെയാണ് ഗുജറാത്ത് ഓരോ മത്സരത്തിലും ഇറങ്ങുന്നത്. ഇത് ഇവർക്ക് സ്ഥിരത നൽകുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്.